പാലത്തായി പീഡന കേസ് SDPI വിവാദമാക്കിയത് പ്രതി പത്മരാജൻ ഹിന്ദു ആയതുകൊണ്ടെന്ന് CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം P. ഹരീന്ദ്രൻ. ഉസ്താദുമാർ പീഡിപ്പിച്ച കേസുകൾ വിവാദമാക്കുന്നില്ല എന്നും P. ഹരീന്ദ്രൻ പറഞ്ഞു. ഈ പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടികളോടുള്ള സഹതാപമായിരുന്നുവെങ്കിൽ, അതിനുള്ള പിന്തുണയായിരുന്നുവെങ്കിൽ ഈ കേരളത്തിൽ ഉസ്താദുമാർ പീഡിപ്പിച്ച എത്ര പെൺകുട്ടികളുടെ വാർത്ത, ആൺകുട്ടികളുടെ വാർത്ത നമ്മൾ കണ്ടിട്ടുണ്ട്. ഏത് ഉസ്താദ് പീഡിപ്പിച്ച കേസാണ് ഇവിടെ ഇത്രയും വിവാദമായിട്ടുള്ളത്? ആ കേസിന് എന്ത് സംഭവിച്ചുവെന്ന് ഈ നാടാനുകൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? ചർച്ച ചെയ്തിട്ടുണ്ടോ? നിങ്ങളുടെ പ്രശ്നം പീഡിപ്പിക്കപ്പെട്ടു എന്നുള്ളതല്ല. പീഡിപ്പിച്ചത് ഹിന്ദുവാണ്, പീഡിപ്പിക്കപ്പെട്ടത് മുസ്ലിം പെൺകുട്ടിയാണ്. ആ ഒരൊറ്റ ചിന്ത മാത്രമാണ് SDPക്കാരുടെ ചിന്ത. അത് കുടുംബായ ചിന്തയാണ്, ലീഗിന്റെ ചിന്തയാണ്, അത് വർഗീയതയാണ്. P. ഹരീന്ദ്രന്റെ പ്രസ്താവനയ്ക്കെതിരെ മുസ്ലിം ലീഗ് രംഗത്തെത്തി. കേസിൽ എങ്ങനെയാണ് CPIMന് മതം കാണാൻ കഴിയുന്നതെന്ന് മുസ്ലിം ലീഗ് നേതാവ് അബ്ദുൽ കരീം ചേലേരി ചോദിച്ചു. മുസ്ലിം ലീഗ് ഒരു ഘട്ടത്തിലും ഒരു വിഷയത്തിലും ഇത്തരത്തിൽ ഇരകളുടെ കൂടെ നിൽക്കുമ്പോൾ അതിൽ മതമോ രാഷ്ട്രീയമോ കക്ഷിത്വമോ നോക്കിയിട്ടുള്ള നിലപാടെടുത്തിട്ടുള്ള പാർട്ടിയല്ല എന്ന് കേരളത്തിനറിയാം. ഇവിടെ CPM പോലുള്ള ഒരു പുരോഗമന പ്രസ്ഥാനം, അതിൻ്റെ നേതാക്കൾ സാമുദായിക സൗഹാർദ്ദത്തിൽ ഞങ്ങൾക്കുള്ള പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. അതിനിടെ P. ഹരീന്ദ്രന്റെ പ്രസ്താവന തള്ളാതെ CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് രംഗത്തെത്തി. ഹരീന്ദ്രനെ വർഗീയവാദിയാക്കാൻ ശ്രമിക്കരുത്. ഹരീന്ദ്രൻ RSS കൊല്ലാൻ ശ്രമിച്ച നേതാവാണ്. മുസ്ലിം ലീഗ് SDPI വത്കരിക്കപ്പെടുന്നുവെന്നും KK രാഗേഷ് പറഞ്ഞു. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് P. ഹരീന്ദ്രൻ എന്ന് പറഞ്ഞാൽ RSSന്റെ ഏറ്റവും ഭീകരമായ ആക്രമണത്തിന് വിധേയപ്പെടേണ്ട പലതവണ അത്ഭുതകരമായി രക്ഷപ്പെട്ടയാളാണ് P. ഹരീന്ദ്രൻ. വർഗീയതക്കെതിരായിട്ട് അതിശക്തമായ നിലപാട് സ്വീകരിക്കുന്ന ആളാണ് P. ഹരീന്ദ്രൻ. RSS ചുരുങ്ങിയതൊരു 5 തവണയെങ്കിലും ഹരീന്ദ്രനെ കൊലപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടാവും. അത്ഭുതകരമായി രക്ഷപ്പെട്ടയാണ് ഓരോ സന്ദർഭങ്ങളിലും. ആ ഹരീന്ദ്രനെ നിങ്ങൾ ദയവ് ചെയ്ത് വർഗീയവാദിയാക്കരുത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.